750 മീറ്റർ വരെയാണ് ഇതിന്റെ എന്നൊക്കെ ക്രേസ് തോന്നിയിട്ട് പിന്നെ സയൻസ് പരമായിട്ട് നിങ്ങൾ ഇപ്പൊ കാർഷിക മേഖലയിൽ കാര്യമായിട്ട് എന്തെങ്കിലും മാറ്റം സ്റ്റെബിലിറ്റി സെൻസർ, അതുപോലെ തെർമൽ ക്യാമറ. വാക്കി ടോക്കീസിന്റെ ഇന്നത്തെ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ശാസ്ത്രമേളയിൽ വ്യത്യസ്തമായ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദിത്യനെയാണ്. എന്റെ പേര് ആദിത്യൻ. ഞാൻ മൂത്തടുത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. കോട് തിരുത്തിയിൽ നിന്ന് ഞാൻ വരുന്നു. സോ സീഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നൊരു കോൺസെപ്റ്റിന്റെ ഉത്തരമായിട്ടാണ് ഈ ഒരു ഡ്രോൺ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഡ്രോണ് പ്രധാനമായിട്ടും കർഷകർക്ക് ഫലപ്രദമാകുന്ന രീതിയിലാണ് ഉണ്ടാക്കി. മനുഷ്യ നേരിട്ട് പാടത്തേക്ക് ഇറങ്ങിച്ചല്ലാതെ ഫ്ലൈയിങ് റോബോട്ട് എന്ന അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഇതിന്റെ പേര് ഫാമേഴ്സ് മീറ്റ് എന്നാണ്. സോ ഫെർട്ടിലൈസേഷൻ, അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ, ന്യൂസ് മേക്കിംഗ് തുടങ്ങി പല മേഖലകളിൽ ഡ്രോണിനെ കൊണ്ടുള്ള സാന്നിധ്യം ഇന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വേറിട്ടൊരു രീതിയിൽ എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ എന്നൊരു ചോദ്യചിഹ്നത്തിന്റെ ഉത്തരമായിട്ടാണ് ഈ ഒരു ഡ്രോൺ നിർമ്മിച്ചിട്ടുള്ളത്. മോർ വർക്ക് ഇൻ ലെസ് ടൈം വിത്ത് ഗ്രേറ്റ് കൺവീനിയൻസ് എന്നൊരു തീമാണ് ഇതുകൊണ്ട് പ്രധാനമായിട്ടും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ കാർഷിക മേഖലയിൽ ചെറുതല്ലാത്ത രീതിയിലുള്ള വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം കർഷകര് ഇപ്പൊ യുവതലമുറ കർഷകരായി മാറുന്നത് വളരെയധികം കുറവാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യത കൂടുതലായിട്ടും കാർഷിക മേഖലയിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട ആവശ്യകത വളരെയധികം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കോൺസെപ്റ്റുകളൊക്കെ അവര് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഉത്തമ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഇതിനെ പ്രധാനമായിട്ടും നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഗ്ലാസ് ഫൈബർ. ഇതിന്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന ഗ്ലാസ് ഫൈബർ കൊണ്ടാണ്. മോട്ടോർ ബ്രഷ്ലെസ് മോട്ടറാണ് വരുന്നത് 1000 RPM-ന്റെ. പിന്നെ ഒരു ലിപ്പോ ബാറ്ററി 11.1 വോൾട്ടിന്റെ FPV ക്യാമറ, പിന്നെ ഡ്രോൺ ബോക്സ്, സീഡ് ബോക്സ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്നത്. കാരണം നമ്മുടെ റിമോട്ടിൽ നിന്ന് കൺട്രോൾ ചെയ്യുമ്പോൾ ട്രാൻസ്മിറ്റർ വഴി റിമോട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. സോ സീഡ് താഴേക്ക് വീഴും. അതായത് 360 ഇതിലെ അടിഭാഗത്ത് ഒരു മോട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 360 ഡിഗ്രി കറങ്ങിക്കൊണ്ട് കൃത്യമായ അളവില്, കൃത്യമായ ദിശയിൽ, കൃത്യമായ രീതിയിൽ പറന്നു പോകുമ്പോൾ കൃത്യമായ രീതിയിൽ വിത്ത് പാകുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഫാർമേഴ്സ് മീറ്റ് നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രചോദനം എന്താണ്? ഞാൻ ആദ്യമേ ഡ്രോണായിട്ട് തന്നെ സെപ്പറേറ്റ് ഈ സീഡ് ബോക്സ് അല്ലാതെ സാധാരണ ഒരു ക്യാമറസിലെ ഡ്രോണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വെറുതെ മൂലക്ക് വെക്കുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോ ഡ്രോൺ കൊണ്ട് പല രീതിയിലുള്ള യൂസ് ചെയ്യുന്ന അവൈലബിൾ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ വേറിട്ടുണ്ട് ഡ്രോൺ കൊണ്ട് തന്നെ വേറെ നല്ല വ്യത്യസ്തമായ എന്തെങ്കിലും കോൺസെപ്റ്റ് ഉണ്ടാവുമോ എന്ന് ഞാനും റയാനും കൂടിയിരുന്ന് ആലോചിച്ചതിന്റെ ഉത്തരമായിട്ടാണ് ഈ ഒരു ഫാമേഴ്സ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഫ്യൂച്ചർ പ്ലാനിങ് എന്നാണ് ഇതിനെ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതിപ്പോ നമ്മളൊരു പ്രോട്ടോടൈപ്പ് മോഡലായിരുന്നു. അതായത് കോൺസെപ്റ്റിന് ഒരു മോഡൽ എന്ന രീതിയിലായിരുന്നു ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന്റെ അഡ്വാൻസ്ഡ് ടൈപ്പിലേക്ക് വരുമ്പോൾ സ്റ്റെബിലിറ്റി സെൻസർ, അതുപോലെ തെർമൽ ക്യാമറ, ഒരുപാട് മെക്കാനിക്കൽ സെൻസർ, ഇലക്ട്രോണിക് സെൻസർ യൂസ് ചെയ്തിട്ട് ഒരു 80,000 തൊട്ട് 1,00,000 വരെ ബഡ്ജറ്റിൽ വരുമ്പോൾ അങ്ങനെ പറ്റും ആക്കാൻ വേണ്ടിയിട്ട്. ഇത് ജസ്റ്റ് ഒരു മോഡലാണ്. ഇതിനെ കൊണ്ട് വലിയ പർപ്പസ് ഒന്നും നടക്കത്തില്ല. ഇതിന്റെ അഡ്വാൻസ്ഡ് ടൈപ്പ് ആക്കുവാണെങ്കിൽ അതൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ഇപ്പൊ കാർഷിക മേഖലയിൽ കാര്യമായിട്ട് എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. കാർഷിക മേഖലയിൽ ഇപ്പോ ചെറുതല്ലാത്ത രീതിയിലുള്ള അടർച്ച ഉണ്ടാകുന്നുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞു വരുന്ന യുവതലമുറയുടെ വരത്ത് കുറവാണ് കാർഷിക മേഖലയ്ക്ക്. അപ്പോ ഇത്തരത്തിലുള്ള ആശയം വഴി ചെറിയ രീതിയിലെങ്കിലും മാറ്റെങ്കിലും കാർഷിക മേഖലയ്ക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ പല മെഷീനുകളും കലപ്പൊക്കെ പകരം ട്രാക്ടർ വന്നു. അതുപോലെ നമ്മൾ കൈനെ കൊണ്ട് എറിയുന്നതിന് പകരം ഈ ഒരു മെഷീൻ വെസ്റ്റ് ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നത് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. ചെറിയ സമയം കൊണ്ട് വേഗത്തില് കൃത്യമായ രീതിയിൽ തന്നെ ഇതിന്റെ ഒറിജിനൽ വെർഷനിലേക്ക് ആക്കുന്ന ആ ഒരു ഡ്രോണിനെ കൊണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത്തരം കണ്ടുപിടുത്തങ്ങൾ മുന്നേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. മുന്നേ ഒരുപാട് സാധനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക് സൈക്കിള്, അതുപോലെ തന്നെ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ തുടങ്ങി കുറച്ച് സാധനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് ഈ കൊറോണ സമയത്ത് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് യൂട്യൂബ് കുറെ വീഡിയോ കണ്ടു. അപ്പോൾ അതിൽ നിന്നൊക്കെ ക്രേസ് തോന്നിയിട്ട് പിന്നെ സയൻസ് പരമായിട്ട് ഫീൽഡിലേക്ക് ഇങ്ങനെ ആക്കണം എന്നൊക്കെ തോന്നി. അപ്പൊ അതിൽ നിന്നൊക്കെ അങ്ങനെയായിരുന്നു തുടക്കം. പിന്നെ വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അച്ഛനും അമ്മയും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അതിന്റെയൊക്കെ ബലത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇതിന്റെ പ്രവർത്തനം ഒന്ന് കാണിക്കാൻ പറ്റുമോ? തീർച്ചയായും.
ഏകദേശം 750 മീറ്റർ വരെയാണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. 50 മീറ്റർ വരെ സുഖത്തില് ഹൈറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ 15 to 20 മിനിറ്റ് വരെയാണ് ഫ്ലൈറ്റ് ടൈം വരുന്നത്. ഇപ്പോ ഇത് ഒരു 500 ഗ്രാം വരെയാണ് സീഡ് താങ്ങുക. ഇത് ഒറിജിനൽ വേർഷനിലേക്ക് വരികയാണെങ്കിൽ 10 മുതൽ 16 കിലോഗ്രാം വരെ താങ്ങും. അതുപോലെ തന്നെ 10 കിലോമീറ്ററിന് അടുപ്പിച്ച് റേഞ്ചും വരും ഒറിജിനൽ ടൈപ്പിലേക്ക് വരുവാണെങ്കിൽ. ഇത് ജസ്റ്റ് ഒരു പ്രോട്ടോടൈപ്പ് മോഡലാണ്.